തൊഴിലാളികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയും AITUC പ്രക്ഷോഭം ശക്തിപ്പെടുത്തുന്നു. ജനുവരി 17-ന് തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന AITUC ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയാണ് സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളികളുടെ മാർച്ചെന്നും ഭാരവാഹികൾ പറഞ്ഞു. AITUC സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 10 മുതൽ 17 വരെ സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസിന്റെയും ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനെയും നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു. സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. തൊഴിലാളികളുടെ മിനിമം വേതന നിയമം ഉൾപ്പെടെ തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ, ഗ്രാറ്റുവിറ്റി, ബോണസ്, പ്രസവകാലാവധി ആനുകൂല്യങ്ങൾ, പെൻഷൻ തുടങ്ങിയ നിയമപരമായി അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രതിബദ്ധതയുണ്ട്. തൊഴിലാളികളുടെ മിനിമം വേതനം 26,000 രൂപയെ ഉയർത്തുക, താൽക്കാലിക ദിവസവേതന കരാർ തൊഴിലാളികളെ നിയമപരമായി സ്ഥിരപ്പെടുത്തുക, പ്രൊവിഡന്റ് ഫണ്ട്, ESI, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്ന മാനേജ്മെന്റുകൾക്കും ഉടമകൾക്കും എതിരായി പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുക, വിവിധ പെൻഷൻ പദ്ധതികളിലൂടെ തൊഴിലാളികൾക്ക് നൽകുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, പെൻഷൻ കുടിശ്ശിക തുക 2024 മാർച്ച് 30 മുമ്പായി കൊടുത്തു തീർക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കരാർ ദിവസവേതന തൊഴിലാളികളെ അവരെ ഉൾക്കൊള്ളാൻ ഗവൺമെൻറ് തയ്യാറാണ്. സപ്ലൈകോ അതിനൊരു ഉദാഹരണമാണ്. 700 രൂപയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച മിനിമം വേതനമെങ്കിലും അവർക്ക് ലഭിക്കുന്നത് 575. ഈ പൊതു പ്രക്ഷോഭ ജാഥകളും തിരുവനന്തപുരത്ത് 17-ാം തീയതി നടക്കുന്ന ബോംബിച്ച 100,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന, തൊഴിലാളികൾ പങ്കെടുക്കുന്ന മാർച്ചും സംഘടിപ്പിച്ചത് ഞങ്ങളുടെ കൂടെ നിൽക്കണം, നയവ്യതിയാനം അരുത് എന്നതാണ് LDF ഗവൺമെൻറ്റോട് പറയുന്നത്. LDF ഗവൺമെൻറ്റിന് ഒരു നയമുണ്ട്, അത് സാധാരണക്കാരൻ്റെ പക്ഷമാണ്. ആ പക്ഷത്ത് പക്ഷം തന്നെ ഉയർന്നു നിൽക്കണം, അതിനോടൊപ്പം നിൽക്കണം എന്നതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് എന്ന് വാർത്താസമ്മേളനത്തിൽ AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി, വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് M ഗംഗാധരൻ, ജനറൽ സെക്രട്ടറി KT ജോസ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.